അച്ഛാ ഗേള് ഒന്നും പറയല ഗേള് അല്ലെങ്കിൽ നമുക്കൊന്ന് കാണണം. ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മുടെ കുട്ടിയുടെ ജെൻഡർ റിവീലാണ്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ ആദ്യമായിട്ടാണ് മാരേജ് കഴിഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതിൻ്റെ ഒരു ഇതുണ്ട്. വളരെ കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട്, അടുത്തുള്ള കുറച്ച് പേരെ മാത്രം വിളിച്ചിട്ട് നമ്മുടെ അടുത്തുള്ള ഒരു പാർക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കണേ. വെതർ മാത്രമേ കുറച്ചൊരു പേടിയുള്ളൂ, കാരണം ഇന്നലെ ഞാനൊക്കെ ആയിട്ട് നല്ല മഴയാണ്. ആ ടൈമിൽ മഴയാണ് പറഞ്ഞിരിക്കുന്നത്. വെതറിൽ കാണിച്ചായിരുന്ന മഴ തന്നെയാണ്. അപ്പൊ അതൊരു ടെൻഷൻ ഉണ്ട്. ബാക്കിയെല്ലാം ഓക്കെയാണ്. ജെൻഡർ റിവീൽ അങ്ങനെ നമ്മൾ നടത്തണമെന്ന് പ്ലാൻ ചെയ്തൊന്നല്ല. പിന്നെ ആ മാരേജ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ ഒരു ഫംഗ്ഷൻ നടത്തിയിട്ടില്ല. ഞാൻ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നമ്മൾ ഒരു പരിപാടി നടത്തിയിട്ടില്ല. ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേസ് ആയാലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ചെറിയൊരു പരിപാടി ഇതായിട്ട് വെക്കുക, എല്ലാവർക്കും ഒന്ന് ഒത്തുകൂടാന്നുള്ളൊരു മൈൻഡിലാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് ജെൻഡർ അറിയാനുള്ളൊരു താല്പര്യമുണ്ട്. ഇവിടെ ആയതുകൊണ്ട്, ഇപ്പൊ UK ആയതുകൊണ്ട് മാത്രമാണ് അത് നടക്കുന്നത്. ഇത് 5ാമത്തെ മാസം ആകുമ്പോഴേക്കും നമുക്ക് അറിയാനായിട്ട് പറ്റും ജെൻഡർ ഏതാണെന്ന്. അപ്പോ അത് സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് നമ്മള് ഇത്. അപ്പൊ നിങ്ങളെയും കൂടി ഇത് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ജെൻഡർ റിവീലിന്റെ വീഡിയോ മാത്രം അല്ല, ഇതേപോലെ കപ്പിൾസ് നിൽക്കുമ്പോൾ അവരിപ്പോ എന്തെങ്കിലും ഇവന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ബിഹൈൻഡ് ദ സീൻസും കൂടി കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മനസ്സിലാവും ഇവിടെ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ വിചാരിച്ച പോലെ തന്നെ അതികഠിനമായ മഴയാണ്. നമ്മൾ കുറച്ച് ആള് വാങ്ങിക്കാനായിട്ട് സെയിൻസ്ബർഗിൽ വീട്ടിലായിട്ട് വന്നാണ്. നല്ല മഴയാണ്. അപ്പോൾ ഇത് നമ്മുടെ ടീം മൊത്തം അവിടെ നിൽക്കുന്നുണ്ട്. മാറുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുന്നു. ഇപ്പൊ ഒരു 3:30 ആയിട്ടുണ്ട്. നമ്മുടെ പരിപാടി കൊടുക്കുന്നത് ഒരു 6 മണി 6:30 ആ ടൈമിലാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നോക്കട്ടെ അല്ലേ. ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഈ സെക്ഷനിൽ ഓക്കെ വരൂ. വിശാലമായ മദ്യത്തിന്റെ ഷോറൂമിലോട്ടാണ് നമ്മളിതാ വന്നിരിക്കുന്നത്. ബിയർ എടുത്താ കുറെ കുടിക്കേണ്ടി വരും. ഇതാവുമ്പോ കുറെ കുടിക്കേണ്ടി വരും. സെലക്ട് ചെയ്യാം. പറയല്ലേ, ഞാൻ ഇന്നലെ പിടിച്ചതാണ്. നമ്മള് മദ്യം എടുക്കാനല്ല കുറച്ച് മദ്യമൊന്നുമില്ല. പ്രണവിന്റെ പരിപാടി ഇല്ലായിരിക്കണം എന്നാ. നമ്മുടെ ഇവന്റിന്റെ ടീം സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പാർക്കിലാട്ടാ ഇങ്ങനെ കണ്ടക്ട് ചെയ്യുന്ന പരിപാടി. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അവരുടെ വണ്ടി. ഈ വണ്ടിയിലാണ് അവർ ഫുൾ സെറ്റപ്പായിട്ട് വരുന്നത്. ബലൂണൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഗസ്റ്റ് എത്തി. ഫസ്റ്റ് വന്നിരിക്കുന്ന ഗസ്റ്റ് ഷെബിൻ. നമ്മുടെ ഹെൽത്തിൻ്റെ, അത് ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അപ്പൂസ് ആപ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വർക്ക് എടുക്കുന്നത് കേട്ടോ. എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് പാർക്ക്, വലിയ പാർക്ക് കേട്ടോ. ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇവൻ്റ് ഏൽപ്പിച്ചിരിക്കുന്ന ടീം, ഗ്രാൻഡ് വിഷൻ. ഇവിടെ നിന്നായിരിക്കുള്ളൂ നമ്മുടെ എൻട്രൻസ്. ഇവിടെ നിന്ന് ഇങ്ങനെ എൻട്രൻസ്. നമ്മൾ ഏൽപ്പിച്ചപ്പോൾ ഇത്രയും ഗ്രാൻഡ് ആയിരിക്കുമെന്ന് വിചാരിച്ചില്ല. ഇതാണ് ഈ ഇവൻറ്റിൻ്റെ ഓണർ. പേരെങ്ങനെ ബ്രോ? ഷിൻഡോ. പേരെന്തായിരുന്നു ഇതിൻ്റെ? ഗ്രാൻഡ് വിഷൻ. ഗ്രാൻഡ് വിഷൻസ് എന്ന് പറഞ്ഞൊരു ഇവന്റ് ടീമാണ്. മാഞ്ചസ്റ്റർ അല്ലേ? ബെർമിംഗ്ഹാമാണ് ഇവരുടെ ബേസ്. അപ്പോൾ UK എവിടെയെങ്കിലും ഇവന്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ചെയ്ത് കൊടുക്കില്ല? UK എവിടെയാണെങ്കിൽ ചെയ്ത് കൊടുക്കില്ലേ? സത്യം പറഞ്ഞിട്ടില്ല, ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബാക്ക് ഡ്രോപ്പ് കാരണം മാത്രമേ അതുണ്ടായുള്ളൂ. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് ഒരു എത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഇവിടുന്ന് ഞാനിപ്പോൾ പോയിട്ട് വേണം അവരെ കൊണ്ടുവരാനായിട്ട്. ഈത്തൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
കുറച്ച് പേര് വന്നിട്ടുള്ളൂ, ആരും അധികം വന്നിട്ടില്ല. ഇവർ കുറച്ച് നേരത്തെ എത്തിയിട്ട് എങ്ങനെ എടുക്കണ്ടേ? അപ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ബാക്ക് ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ് ഇത്. അതിൻ്റേതായ അതൊരു പരിപാടി നടത്തുമ്പോൾ നമുക്കൊരിതുണ്ടാവുമല്ലോ, എങ്ങനെയാവും ഇങ്ങനെ ആയിത്തീരുന്നു. ഭാഗ്യത്തിന് മഴയില്ല. ഉച്ചയ്ക്കുള്ള മഴ കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചിരിക്കുകയായിരുന്നു. ഇവരെയൊക്കെ വിളിക്കുകയും ചെയ്ത് എന്താവും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവരുടെ വണ്ടി. ഈ വണ്ടിയിലാണ് ഫുൾ ഐറ്റംസ് ആയിട്ട് ഇവർ വന്നത്. ഒരു ബ്രോ ഇവിടെ പേരെന്താ ബ്രോ? ജിബിൻ ബ്രോ. അതെ, ഇതേകൂടെ ഐറ്റംസ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറയട്ടെ, ഏൽപ്പിച്ചു കൊടുത്താൽ മതി, ഒന്നും അറിയണ്ട. ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ വരുമ്പോഴേക്ക് ഏകദേശം അതേപോലെയൊക്കെ വർക്ക് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അവരെ പോയിട്ട് കൊണ്ടുവന്നിട്ട് ബാക്കി വേണം. ബാമോനെ, അപ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം ഇതാണ്. കീത്തൂടെ റെഡി ആയിട്ടുണ്ട്. വാ. അതല്ല വീടിന്റെ എടുത്തെടുത്ത് പോവാ. ഇത് നമ്മുടെ കൂട്ടുകാരൻ്റെ വൈഫ്. ഇത് അനീതി, കീത്തുൻ്റെ അനീതിയാണത്. വരൂ. കയറ് കൂട്ടി കയറ്. എനിക്ക് ഇതൂടെ കയറ്. ഒക്കെ തന്നെ പാക്ക് ചെയ്തോ. ഗൈസ്, നമ്മളിവിടെ എത്താറായിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാറിൽ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്. അവിടേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കാറിലതേ ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. ഒരു കപ്പിൾസ്, ഇഷ്ടംപോലെ കപ്പിൾസ്. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്. ബ്രോ പേരെന്തായിരുന്നു? മിഥുൻ ബ്രോ. എനിക്കറിയാം, ഞാൻ വെറുതെ ചോദിച്ചാണ്. ഇത് ആളുടെ വൈഫാണ്. ഇവരാണ് നമ്മുടെ ഫോട്ടോ കവർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വേറെ വ്ളോഗറുണ്ട്. ഫുൾ വ്ളോഗേഴ്സ് ആണ് ഇന്ന് ഇവിടെ. അതെ, ഏറ്റവും പോലെ ഫുൾ വ്ളോഗേഴ്സ്. ഇതാണ് അടുത്ത വ്ളോഗർ. നീ ആള് വെൽക്കം ടു വ്ളോഗ്. അതിന് ലേറ്റ് ആയില്ല. എന്താടാ എടാ കിട്ടില്ലേ അജു. ഇതാണ് അജു, മുമ്പത്തെ എൻ്റെ ഫിറ്റ്നസ് ട്രെയിനറായിരുന്നു. ഇതാണ് ഫൈനൽ സെറ്റപ്പ്. ഇനി കുറച്ചും കൂടി വർക്ക് ഉണ്ട് അല്ലേ? കുറച്ചും കൂടി വർക്ക് തീർക്കാനുണ്ട് അല്ലേ? 15 മിനിറ്റ് കൂടി ഉള്ളൂ. ഫുഡ് എന്റെ പൊന്നെ ഫുൾ വ്ളോഗേഴ്സ് ഉണ്ട്. ഭാഗ്യത്തിന് അളിയാ മഴയില്ല. പണിയല്ല, മഴയില്ലെന്ന്. എന്റെ ദൈവം, ആരൊക്കെ ഇതൊക്കെ ആരാ? ഡാഡി, ബിഗ് ഡാഡി. എന്നിട്ട് നോട്ടെ, നിന്നെ ശരിക്കും നോക്കട്ടെ. ചലഞ്ച് ഉണ്ട് നിന്റെ. എങ്ങനെ പോണു ചലഞ്ച്? എങ്ങനെ പോണു? ബൈജു വരെ എത്തിയിട്ടുണ്ട് ഇവിടെ. എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ബൈജിന് വിളിച്ചാൽ കിട്ടൂല. വിളിച്ചാൽ പോലും കിട്ടാത്ത ആളവരെ പരിപാടിക്ക് എത്തി. ഫുഡിനെ എപ്പോൾ വിളിച്ചാൽ തിരിച്ചു വിളിക്കാൻ. അവന്റെ വോയിസ് തന്നെ അങ്ങനെയാ. അഞ്ചു അളിയായപ്പോ തിരക്കിലാണ്, 5 മിനിറ്റ് തിരിച്ചു വിളിക്കാം. ഭാഗ്യം. നമ്മുടെ അടുത്ത കപ്പിൾസ് എത്തിയിട്ടുണ്ട്. ഷാരൂൺ ആൻഡ് ഫെബ. ഇവർ അൺമാരിഡ് കപ്പിൾസ് ആണ്. നാട്ടിലെ ആർക്കും അറിയില്ല. നമ്മുടെ അടുത്ത ഗസ്റ്റ് എത്തിയിട്ടുണ്ട്. താങ്ക് യു. വന്നതില് സന്തോഷം. അപ്പോൾ ഇവിടെ പാർക്ക് കയറ്റിയിട്ട് കുറച്ച് സാധനങ്ങൾ നമുക്ക് കാറിൽ നിന്ന് ഇറക്കാനുള്ളതായിട്ടുണ്ട്. ഫിറ്റ്നസ് ട്രെയിനർ എണ്ണ ഉള്ളത് കഴിക്കുന്നു. അവിടെ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊരു പിക്ക് ചെയ്യാണ്ടായിരുന്നു. അവരൊക്കെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്.
നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലൂട്ടനിലുള്ള സൽക്കാര കിച്ചൺ എന്ന് പറഞ്ഞാണ്. ഇതാണ് അവർ ഡെലിവറി ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ സാധനം എത്തിച്ചിട്ടുണ്ട്. സാധനം എന്താണ്? മസാല ഷവായി. മസാല ഷവായി ഇവരെ കഴിക്കേണ്ട ഒരു ഐറ്റമാണ്. ലൂട്ടനിൽ നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൽക്കാര കിച്ചൺ ടേക്ക് അവേ മാത്രമേ ഉള്ളൂ, ഡൈനിങ് ഇല്ല. അവരിപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓപ്പൺ ആവാൻ അടുത്ത് തന്നെ. സ്ഥലം കിട്ടുന്നില്ല, അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവർക്ക്. അപ്പോൾ ഇതെന്തായാലും കഴിച്ചിട്ട് നമ്മൾ റിവ്യൂ എന്തായാലും പറയും കേട്ടോ. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും റിവ്യൂ എന്തായാലും പറയുക. സാധനം കറക്റ്റ് ടൈമിൽ എത്തിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ, പരിപാടി നടക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഷോപ്പിലേക്ക് വരാം. ശരി. കുറച്ചും കൂടി ഡെക്കറേഷൻ ബാക്കിയുണ്ട്. നമ്മളിനി കുറച്ച് പേരോട് ഇത് പ്രൊഡിക്ഷൻ എന്താണെന്ന് ചോദിക്കാൻ പോവാണ്. ബോയ് ഓർ ഗേൾ? ഗേൾ. പിങ്കിട്ട് വന്ന എന്നോട് ബോയ് ഓർ ഗേൾ? അച്ഛാ ഗേള്. ഒന്നും പറയല്ല, ഗേൾ. അല്ലെങ്കിൽ നമുക്കൊന്ന് കാണണം. എന്താ പറയണേ? ബോയ്. സിമ്പിളായിട്ട് പോയി. എന്താ വിഷയം? ഓർപ്പിച്ചേ. നമുക്ക് CB ചോദിക്കാം. CB കറക്റ്റ് പറയാൻ ചാൻസ്. ഞാൻ കറക്റ്റ് ഗേള് പറഞ്ഞു. ഞാൻ കറക്റ്റ് ബോയ്. ബോയ്. ഗേൾ വിട്ടൊരു കളിയില്ല മച്ചാ. ബോയ് ആണ് ഉറപ്പാ. ആൽബി, ബോയ് ഓർ ഗേൾ? ഷുവർ ബോയ്. ബോയ്. ബോയ് ബ്രോ. ഷുവർ. കുറച്ച് പേരുടെ അടുത്തും കൂടി ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ചോദിച്ചു. ബോയ് ഓർ ഗേൾ? ബോയ്. മതി. ലിയോ എന്ന് പറയണേ? ബോയ്. കവി? ഗേളായിരിക്കും. ഷെഫേ? ഇതാണ് നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള സെറ്റപ്പ്. ഇവിടെ വോട്ടിംഗ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ബ്രോ? കഴിഞ്ഞോണ്ടിരിക്കുന്നല്ലേ? ഫൈനൽ ടച്ച് കൂടെ നോക്കിയാണ്. ഹെൽപ്പറാണ്. ചോദിച്ചില്ല. ഞാൻ ടച്ച് ചെയ്യാൻ നിൽക്കണം. ബോയ് ഓർ ഗേൾ? ബോയ്. ഓർപ്പിച്ച് കൺഫേം. അറിയാം. വോട്ടിംഗ് ഉണ്ട് ഇവിടെ. എന്താ പറ്റുക നമ്മള് ഇവിടെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, വോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ സ്റ്റിക്കറിന്റെ ഷീറ്റ് ഇവിടെ വെച്ചിട്ട് ആ സാധനങ്ങൾ പറഞ്ഞു. 3 ഷീറ്റ് പറന്നു പോയി. കുഴപ്പമില്ല, ഇട്ടോട്ടെ. ഇങ്ങനെ കാണിച്ചോ? ഇതെപ്പോ പൊട്ടിക്കാനുള്ളതാ? കാണില്ലടാ. പള്ള നോക്കി പറയൂ. അത് ടിഷ്യൂ എടുത്തല്ലേ? ഓക്കെ ഏട്ടെ
ഈ പീസ് എടുക്കുക, ആ പീസ് എടുക്കുക. എടാ അജു പാട്ടു. ഞാൻ അങ്ങനെ കൊടുക്കാം. ഇത്ര ചുണ്ടത്തിണ്ടാ ഇല്ല, കഴിഞ്ഞു. നമ്മളെ കേക്ക് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കേക്ക് ഒരു എക്സ്ട്രാ ഇടാം, നല്ല ടേസ്റ്റ്, അമേസിംഗ് ആയിട്ടുണ്ട്. മോം ട്യൂബിയാണ്. താങ്ക് യു. itu congrats നോക്കൂ മാറ്റി വെക്കണം വിളിക്കടാ. ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ്. കപ്പിൾസ് ആണ്, കപ്പിൾ ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. നല്ല സെറ്റായിട്ടാ അല്ലേ? ഞാൻ ഈ ഡ്രസ് സെലക്ട് കിട്ടിക്കിണ്ടാ സീനായിട്ട് നോക്കിയത്. വൗ, നൈസ് ആയിട്ടുണ്ട്. ചേട്ടാ താങ്ക് യു. സെറ്റായിട്ടാ. യു കെയിൽ തന്നെ കപ്പിളായിട്ട് ഫോട്ടോഗ്രാഫി എടുക്കുന്ന എനിക്ക് അധികം ആൾക്കാരെ അറിയില്ല, ഇവര് മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാ പരിപാടിയും ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഫുഡിലേക്ക് കടന്നിട്ടുണ്ട്. സവാദേ, ഇതാണ് ഷവായ മന്തി. എന്താണ് എന്താ വെച്ചത്? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഗർഭ പറയും. അടിപൊളിയല്ലേ? ഗൈസ്, ഫുഡ് എങ്ങനെയുണ്ട്? കാര്യം പറ. സാധനല്ലേ? എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഫുഡിനെ കുറിച്ച് വലിയ അഭിപ്രായം കേട്ടോ, നല്ല അഭിപ്രായമുണ്ട്. നല്ല ഫുഡായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. എടാ ഞാൻ കഴിച്ചല്ലോ കേട്ടോ. സമയം 6 മണിക്കാണ് ഫംഗ്ഷൻ പറഞ്ഞത്. 10:30 പുള്ളി എത്തിയിട്ടുണ്ട്. 10 സോറി 9:30 സാധനം എത്തിയിട്ടുണ്ട്. ആ നേരത്തെ എത്തി. ഫുഡ് കഴിക്കി വാ. ഫുഡ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോ ദത്ത ടീമും പോയാണ്. ഫുഡ് വന്നതിൽ ഒരുപാട് സന്തോഷം. എവിടെ വിളിച്ചതിൽ വളരെ സന്തോഷം. വന്നാൽ അതിന് വേറെ സന്തോഷം. ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ല, അത് കൊച്ചാന്ന് അറിയാത്ത ഞങ്ങൾ കൊണ്ടുവരാം. ഇനി പ്രസവത്തിൽ കാണാം ഞങ്ങള്. അച്ഛാ ബൈ. വന്നതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ അച്ഛാ. അപ്പൊ വന്നതിൽ എന്താ സന്തോഷം. അപ്പോ നാളെ ഞാൻ ഇയാളിലേക്ക് ഇറങ്ങാം. ഓക്കെടാ. ശരിക്കും നൈറ്റ് ഒരു ഫംഗ്ഷൻ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടത്തിക്കോട്ടാ. നൈറ്റിന്റെ വൈബ് നോക്കി. ഇത് ഇവരുടെ അടുത്ത് തന്നെ ലൈറ്റിന് സെറ്റപ്പ് ഒക്കെ, നൈറ്റിന് വേറെ സെപ്പറേറ്റ് സെറ്റപ്പ് ഉണ്ട്. നൈറ്റിന് വേറൊരു വൈബ് തന്നെ കേട്ടോ. ടയർഡായിട്ട് പ്രസ് ചെയ്യാമോ?
നീ ആ കീ എടുത്ത് എന്നിട്ട് പോക്കോ. ഞാൻ പോയിട്ട് വരാം. വണ്ടി എടുക്കണേ. പണിയെടുക്കുന്ന ഏട്ടായി വീഡിയോക്ക് വേണ്ടി ലൈറ്റ് പിടിച്ച് കിടക്കുന്ന ആരോ. ഒരു പേപ്പർ പോലും എടുത്ത് വെച്ചിട്ടില്ലാണ്ട് വീഡിയോക്ക് വേണ്ടി ചെയ്യണത്. നിന്റെ കയ്യിൽ പേപ്പർ ഉണ്ടോ? ഇല്ല, ഞാൻ കുറെ പറഞ്ഞു. കഴിക്കുന്ന കാണാൻ ഫീൽ വരുന്നില്ലേ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നലത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. നമ്മൾ ഇന്നലെ രാത്രി വീട്ടിലെത്തിയപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ഇവിടെ നാക്കി. ഞാൻ എത്തിയപ്പോൾ ഒരു 12:30 കുറച്ച് പേര് സ്റ്റേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ ഞാനിത് ഇപ്പോൾ ഇന്റർചേഞ്ചിലാക്കിയിട്ട് വരുന്ന വഴിയുള്ളേ. അപ്പോൾ നമ്മൾ ഇതും കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ. എങ്ങനെയുണ്ടായി പരിപാടി? ശരിക്കും നന്നായിരുന്നു, എല്ലാം നന്നായിട്ട് കിടന്നു. നമുക്ക് ക്ലൈമറ്റിന്റെ കാര്യത്തിൽ മാത്രം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതും എല്ലാം സെറ്റായി. ഭാഗ്യത്തിന് അത് ഓക്കെ ആയിരുന്നു. ഉച്ച വരെ നല്ല മഴയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഓക്കെ കറക്റ്റ് ഒരു സൺസെറ്റ് കിട്ടി. നല്ല കളർഫുള്ളായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞ്. ഇവന്റ് ആണെന്നുണ്ടെങ്കിലും ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിലും ഫുഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അടിപൊളിയായിരുന്നു. ഏതെങ്കിലും നിങ്ങൾ UK ഇപ്പോൾ UK നമ്മൾ ഇതേപോലെ ഒരു ഫംഗ്ഷൻ നടത്താൻ എനിക്ക് എല്ലാവരും ഏൽപ്പിക്കാന്ന് പറഞ്ഞാൽ ടാസ്ക് പിടിച്ച പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവർ കോൺടാക്ട് ചെയ്ത് ചോദിക്കും. ഞാൻ നമ്പർ താഴെ കൊടുത്തേക്ക് എന്തായാലും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതനുസരിച്ച് നമുക്ക് ഇതേപോലെ നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.